ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഈസ്റ്ററിന് സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാവുന്ന ചിക്കൻ കട്ട്ലേറ്റ് ആണ്. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കട്ട്ലേറ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോഴേ എന്റെ ഫ്രണ്ട്സുകളെല്ലാം എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിക്കൻ കട്ട്ലേറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1/2 കിലോ ചിക്കൻ, എല്ലോട് കൂടിയ ചിക്കനാണ്, നല്ലവണ്ണം ഉപ്പിട്ട് തിരുമ്മി കഴുകിയെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ അത് 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകം, ചെറിയ 1 കഷ്ണം കറുവാപ്പട്ട ചെറുതായിട്ട് ഒടിച്ചെടുത്തതും 3 ഏലക്കായും 3 ഗ്രാമ്പൂവും കൂടെ ഇട്ട് എല്ലാം മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഒന്ന് ചിക്കൻ കഷ്ണങ്ങളിൽ തിരുമ്മി പിടിപ്പിച്ച് കുക്കറിൽ ഒരു 4 വിസില് അടിച്ചെടുക്കുമ്പോൾ അത് വെന്തില്ലെങ്കിൽ വീണ്ടും നമുക്ക് വേഗം വെക്കാം. ഇത് 4 വിസിലിന് ചിക്കൻ കഷ്ണങ്ങൾ നല്ലവണ്ണം വെന്തു. അത് ചിക്കൻ കഷ്ണങ്ങളിൽ നിന്നും അതിൻ്റെ മാംസം ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് വേർപെടുത്തിയെടുത്ത് അത് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കണം. 1/2 കിലോ ചിക്കനിലേക്ക് 2 വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് അത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് കുക്കറിൽ 1 വിസിൽ അടിച്ചെടുക്കുമ്പം അത് നല്ലവണ്ണം വേകും. അത് കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ടോ അത് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടയില്ലാതെ അതും ഉടച്ചെടുത്ത് വെക്കണം. ഒരു പാനിൽ 1.5 സ്പൂണ് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പം 2 സവോള ചെറുതായിട്ട് കുരുകുരാന്നരിഞ്ഞെടുത്തതും അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 6 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും 2 കതിർപ്പ് കറിവേപ്പിലയും ഇട്ട് വഴറ്റി എളുപ്പം സവോള വഴലാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് മസാലയ്ക്കായിട്ട് ചിക്കൻ മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സ്പൂണ് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തത്. ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, ചിക്കൻ മസാല. അതുപോലെ തന്നെ അതിലേക്ക് 1 സ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം ചിക്കനിൽ പെരിഞ്ജീരകവും കറുവപ്പട്ടയും എല്ലാം ഇട്ടാണ് വേവിച്ചതെങ്കിലും ഈ സവാള വഴറ്റുമ്പോഴും നമ്മൾ അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കണം. 1 സ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം എല്ലാം മസാലകളൊന്ന് ഈ സവാളയിലേക്ക് പിടിപ്പിക്കണം. എല്ലാം നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ അത് വഴറ്റിയെടുത്ത് അതിലേക്ക് പൊടിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കണം. അതെല്ലാം കൂടെ മസാലയും ഇനിയും ചിക്കൻ പൊടിച്ചതും എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ആ നല്ല മണം വരും. ആ മണം വരുന്നിടം വരെയും ഒന്ന് ചെറിയ തീയിലാണ്, അപ്പം ലോ ഫ്ലെയിമിലാണ്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പം തീ ഇരിക്കുന്നത്. അതിലേക്ക് അത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉടച്ചെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ്, 2 ഉരുളക്കിഴങ്ങ് നമ്മൾ ഉടച്ചെടുത്ത് വെച്ചിരുന്നത് ഒട്ടും കഷ്ണങ്ങളോ കട്ടയോ ഇല്ലാതെ വേണം, അതും ഈ ചിക്കനും മസാലയിലേക്കും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ കൂട്ടെല്ലാം അടുപ്പിൽ നിന്നും മാറ്റി വെച്ച് ഒന്ന് തണുക്കുമ്പോൾ ചെറിയ ഉരുളകളായിട്ട് കയ്യിൽ ഉരുട്ടിയെടുത്ത് അത് കയ്യിൽ തന്നെ കട്ട്ലേറ്റിൻ്റെ വലിപ്പത്തിൽ ആകൃതിയിലും നമ്മളൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിലാണ് ചെയ്യാൻ. ഞാൻ അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് കട്ട്ലേറ്റ് പരത്തിയെടുത്തത്. ആ പരത്തിയെടുത്ത കട്ട്ലേറ്റുകൾ 2 മുട്ട ബീറ്റ് ചെയ്ത് വെച്ച് അതിലേക്കും പിന്നെ റൊട്ടിപ്പൊടിയിലേക്കും മുക്കിയെടുത്ത് വെച്ച് ഒരു ട്രേക്കകത്ത് എടുത്ത് വെക്കണം. ഓരോ കട്ട്ലേറ്റായിട്ട് അങ്ങനെ മുട്ടയിലും റൊട്ടിപ്പൊടിയിലും മുക്കി
എടുത്ത് വെച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ. എല്ലാ കട്ട്ലേറ്റുകളും ഒന്നിച്ച് പരത്തിയെടുത്തതിന് ശേഷമാണ് അടുപ്പിൽ മറ്റൊരു പാൻ വെച്ച് അതിൽ ആ കട്ട്ലേറ്റ് മുങ്ങിക്കിടക്കുന്ന വിധത്തിലുള്ള എണ്ണ ഒഴിച്ച് ഓരോ കട്ട്ലേറ്റുകളും ഇട്ട് അപ്പോഴും ആദ്യ കട്ട്ലേറ്റുകൾ ഇടുമ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്കാണ് ഇടുന്നത്. പിന്നീട് തീ കുറച്ച് കൊടുത്ത് അത് മീഡിയം ഫ്ലെയിമിൽ ഇടണം. ഓൾറെഡി ചിക്കനും മസാലകളും എല്ലാം നല്ലവണ്ണം മൂത്തതാണ്. അതുകൊണ്ട് ഒരുപാട് നേരം ഇടണ്ട, എണ്ണയിൽ കിടന്നാൽ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമുള്ള തീയിൽ ഇട്ട് 2 സൈഡും മൊത്തത്തിൽ 4 മിനിറ്റ് വീതം ഇട്ട് 8 മിനിറ്റ് കൊണ്ട് കട്ട്ലേറ്റുകൾ വറുത്ത് കോരുക. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിനിയും ഓരോന്നായിട്ട് കോരിയെടുക്കാം. നമ്മളുടെ 1/2 കിലോ ചിക്കൻ കൊണ്ട് നമ്മൾ 20 കട്ട്ലേറ്റ് ആണ്, നല്ല വലിപ്പമുള്ള കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കിയത്. നമ്മൾ 2 കിഴങ്ങാണ് ഉപയോഗിച്ചത്. നമ്മൾ 1/2 കിലോ ചിക്കനും 2 കിഴങ്ങും ബാക്കി മസാലകളെല്ലാം കൂടെ ചേർത്ത് 20 നല്ല മുഴുത്ത 20 കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനും ഇവിടെ മക്കളും ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി. അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ബൈ.